നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അധ്യാപകൻ അനീഷിന്റെ മരണത്തിന് ഉത്തരവാദികൾക്കെതിരെ നിയമ നടപടികൾക്കായി KSTAയുടെ സമരം. കാസർഗോഡ് DEO ഓഫീസ് KSTA ഉപരോധിച്ചു. മെഡിക്കൽ ടെക്നീഷ്യന്മാർക്ക് തൊഴിൽ സുരക്ഷിതത്വം നൽകണമെന്ന ആവശ്യം. കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ പ്രവർത്തകർ താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. വിധിയെ പൊരുതി തോൽപ്പിച്ച എരിക്കുളത്തെ മണിക്ക് ഉന്നത പഠനത്തിന് നിർമ്മാണ തൊഴിലാളികളുടെ കൈത്താങ്ങ്. അധ്വാനത്തിൽ മിച്ചം വെച്ച് 1 ലക്ഷം രൂപയാണ് അവർ കൈമാറിയത്. നിർമ്മാണ മേഖലയിലെ വൈവിധ്യങ്ങൾക്ക് ദൃശ്യവിരുന്നൊരുക്കി ബിൽഡ് ഫെസ്റ്റിന് കാഞ്ഞങ്ങാട്ട് തുടക്കം. കൂട്ടക്കനിയിലെ കുട്ടികൾ വീണ്ടും പിത്തിറക്കി. കന്നിക്കൊയ്ത്തിൽ കൊയ്തത് 100 മേനി. തായന്നൂർ കായക്കുന്നിലെ പന്നി ഫാമിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം. പന്നി ഫാം ആരോഗ്യ പ്രശ്നം ഉയർത്തുന്നതായി നാട്ടുകാർ. മദ്രസ അധ്യാപകരുടെ റേഞ്ച് തലയോഗം കൂളിയങ്കാലിൽ നടന്നു. വാർത്തകൾ വിശദമായി. അധ്യാപകൻ KK അനീഷിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് DEO ഓഫീസ് പിക്കറ്റ് ചെയ്തു. KSTA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. മലപ്പുറം മുന്നിയൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ KK അനീഷിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു KSTAയുടെ ആഭിമുഖ്യത്തിൽ സമരം നടത്തിയത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ബന്ധു കൂടിയായ സ്കൂൾ മാനേജറെ രക്ഷിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരിക്കുകയാണെന്നും അവർ ആരോപിച്ചു. ഉദുമ MLA K. കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. പരിശോധിച്ച് ഏത് വകുപ്പുണ്ടെന്നൊക്കെ നടക്കുന്ന ഒരു കാലമാണ് കേരളത്തിൽ ഇന്നത്തെ സംസ്ഥാനം നമുക്കറിയാം. പക്ഷെ അങ്ങനെ ഒരു പീഡിപ്പിച്ച് കൊല ചെയ്തിട്ട് ഒരാളെ പേരിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റെയോ ഗവൺമെന്റിന്റെയോ ബന്ധപ്പെട്ട ആളുകളെ പേരിൽ ദുഃഖകരമായ അവസ്ഥ. അങ്ങനെ അധ്യാപകരെയും ജീവനക്കാരെയും പീഡിപ്പിച്ച് നമ്മുടെ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ് കേരളത്തിലെ ഗവൺമെന്റ് കൊണ്ടുപോകുന്നത് എന്ന് എല്ലാവർക്കും പറയാൻ വേണ്ടി കഴിയുന്നത്. സംസ്ഥാന നിർവാഹക സമിതി അംഗം KV ഗോവിന്ദൻ, സംസ്ഥാന കമ്മിറ്റി അംഗം C. ശാന്തകുമാരി, ജില്ലാ സെക്രട്ടറി K. രാഘവൻ, പ്രസിഡന്റ് AP പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. പാരാമെഡിക്കൽ കൌൺസിൽ ബിൽ നടപ്പിലാക്കുക, മെഡിക്കൽ ടെക്നീഷ്യന്മാർക്ക് തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം സംഘടിപ്പിച്ചത്. കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷനാണ് ധർണാ സമരം സംഘടിപ്പിച്ചത്. കേരളത്തിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ടെക്നീഷ്യന്മാരുടെ പ്രവൃത്തി പരിചയം മനസ്സിലാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന സമരം മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറോടി ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒട്ടനവധി പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. അത്തരം പ്രയാസങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ അവിടെ നിലനിൽപ്പിനായുള്ള ഒരു പോരാട്ടം അങ്ങോട്ടും നടത്തുന്നതിന് വേണ്ടിയാണ് അസോസിയേഷൻ ഇങ്ങനെ ഒരു ധർണാസമരം ആദ്യമായി സംഘടിപ്പിച്ചത്. അത്രയും പ്രാധാന്യമറിയിക്കുന്ന ഗൗരവം വഹിക്കുന്ന ഇന്നത്തെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമായ രീതിയിൽ പെരുമാറുന്ന ഈ ടെക്നീഷ്യന്മാർക്ക് ജോലിസ്ഥിരത ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ അവിടെ സ്ഥാപനങ്ങൾക്ക് മതിയായ സംരക്ഷണവും കാര്യവും നൽകാൻ ആവശ്യമായ സാഹചര്യം സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തുണ്ടാവണം. ജില്ലാ പ്രസിഡന്റ് K. ശ്രീധരൻ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് P. കണ്ണൻ, MS വാമനൻ, രാജേന്ദ്രൻ, രമാദേവി, ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. വിധിയുടെ ക്രൂരതയ്ക്കെതിരെ ധീരമായി പൊരുതിയ മടിക്കൈ എരിക്കുളത്തെ KP മണിക്ക് നിർമ്മാണ തൊഴിലാളി മേഖലയുടെ കൈത്താങ്ങ്. ഉന്നത പഠനത്തിന് 1 ലക്ഷം രൂപയുടെ ധനസഹായമാണ് മണിക്ക് നൽകിയത്. എരിക്കുളം ലക്ഷം വീട് കോളനിയിലെ നിർമ്മാണ തൊഴിലാളി K. കണ്ണന്റെ മകൻ അന്ധനായ KP മണി ദാരിദ്ര്യത്തെയും ശാരീരിക വെല്ലുവിളികളെയും എതിരിട്ട് വിജയിച്ചത് കേരളമാകെ അഭിമാനപൂർവ്വം കേട്ട വാർത്തയായിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ അഖിലേന്ത്യാ എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മണിക്ക് ചെന്നൈ IITയിൽ പ്രവേശനം ലഭിച്ചു. മണിയുടെ പഠനച്ചെലവിലേക്ക് കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നും 1 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഇതിന്റെ വിതരണത്തിന് തൊഴിൽ മന്ത്രിയും സ്ഥലം MLAയും എത്തുമെന്ന് അറിയിച്ചിരുന്നു. എങ്കിലും അവരുടെ അഭാവത്തിലാണ് എരിക്കുളം ദേവസ്വം ഓഡിറ്റോറിയത്തിൽ ധനസഹായ വിതരണം നടന്നത്. നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് ചെയർമാൻ K. ചന്ദ്രബാബുവിൽ നിന്നും KP മണി ധനസഹായം സ്വീകരിച്ചു. നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് ചെയർമാൻ K. ചന്ദ്രബാബുവിൽ നിന്നും KP മണി ധനസഹായം സ്വീകരിച്ചത് ആഹ്ലാദത്തോടും അഭിമാനത്തോടും കൂടിയാണ് മണിയുടെ രക്ഷിതാക്കളും കൂട്ടുകാരും പ്രിയ നാട്ടുകാരും കണ്ടുനിന്നത്.
നിങ്ങളുടെ പഞ്ചായത്തിൽ വളരെ അഭിമാനിക്കാൻ കഴിയുന്ന രീതിയിൽ ലോകത്തിന് മാതൃക എന്നുള്ള നിലയിൽ വിദ്യകൊണ്ട് ഭാരതത്തിന്റെ ഔന്നത്യം കാത്തുസൂക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ മേഖലയിൽ നിന്ന് KP മണി എന്ന് പറയുന്ന ഒരു മിടുക്കനായ ചെറുപ്പക്കാരൻ IIT-യുടെ സെക്കൻഡ് റാങ്ക് നേടി എന്നുള്ളതാണ്. KP മണിയെ ആദ്യമായി അഭിവാദ്യം ചെയ്യുവാൻ നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ തയ്യാറാണ്. 1 കോടിയിൽ ഒരാളിന് പോലും ചെന്നെത്താൻ കഴിയാത്തതാണ് IIT-യുടെ എൻട്രൻസ്. 19 തലങ്ങളിലാണ് അതിന്റെ ടെസ്റ്റുകൾ നടക്കുന്നത്. അതിൽ ഇത്രയും മിടുക്കനായ എല്ലാ ബുദ്ധിമുട്ടുകളെയും അതിജീവിച്ചുകൊണ്ട് ഇത്രയും മിടുക്കനായ ഒരു വിദ്യാർത്ഥി എത്തിച്ചേരുക എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. M. സുജനപ്രിയന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ PG ദേവ്, T. നാരായണൻ, KV ബാലകൃഷ്ണൻ, KV കൃഷ്ണൻ തുടങ്ങിയവരും സംസാരിച്ചു. വികാര നിർഭരമായിരുന്നു KP മണിയുടെ മറുപടി പ്രസംഗം. MBBS-നും എഞ്ചിനീയറിംഗിനും എൻട്രൻസ് പാസ്സാകുന്നതാണ് വലിയ കാര്യമായി പരിഗണിക്കുന്നത്. അതൊരു വലിയ കാര്യമല്ല എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അതൊരു വലിയ കാര്യം തന്നെയാണ്. അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് കുട്ടികൾ ആ രീതിയിലേക്ക് ഉയരുന്നത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ 4A+ കൂടുതലുണ്ടെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളോട് സയൻസ് എടുക്കാൻ നിർബന്ധിക്കുന്ന നാട്ടിൻ പുറത്തുകാർ, +2-ൽ 60-70% കൂടുതലുണ്ടെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് തള്ളിവിട്ട് മറ്റൊരാളുടെ കീഴിൽ അവനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് അവന്റെ തലച്ചോറ് മുഴുവനും മറ്റൊരാൾക്ക് വേണ്ടി പണയപ്പെടുത്തി അതിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങുവാൻ വേണ്ടി ധൃതി കാണിക്കുന്ന ആളുകൾ. ഇതൊന്നും ഈ നാട്ടിന്റെ പ്രത്യേകതയാണ് എന്നല്ല ഞാൻ പറയുന്നത്, പൊതുവെ നാട്ടിൻപുറത്തിന്റെ പ്രത്യേകതകൾ. ഉന്നത വിദ്യാഭ്യാസത്തിന് കഠിനാധ്വാനം ചെയ്യാനും മെച്ചപ്പെട്ട ഭാവിയിലേക്ക് ഉയരാനും ഗ്രാമങ്ങളിലും ഉൾപ്രദേശങ്ങളിലുമുള്ളവർക്ക് പ്രചോദനമാണ് തന്റെ എളിയ നേട്ടമെന്ന് മണി പറഞ്ഞു. ബിൽഡ് ഫെസ്റ്റ് 2014 കാഞ്ഞങ്ങാട് തുടക്കമായി. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ പ്രദർശനമാണ് ഒരുക്കിയിരിക്കുന്നത്. വൈവിധ്യമാർന്ന കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെയും മറ്റ് അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനമൊരുക്കി ബിൽഡ് ഫെസ്റ്റ് 2014 കാഞ്ഞങ്ങാട് ആകാശ് കൺവെൻഷൻ സെന്ററിൽ തുടക്കമായി. വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന നിർമ്മാണ മേഖലയിലെ പുതിയ പ്രവണതകളെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സിന്റെ കണ്ണൂർ സെന്ററിന്റെ നേതൃത്വത്തിലാണ് പ്രദർശനം നടത്തുന്നത്. അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന പ്രാദേശിക നിർമ്മിതി സാധനങ്ങളുടെയും ഇറക്കുമതി ചെയ്യപ്പെടുന്ന വസ്തുക്കളുടെയും പ്രദർശനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ബിൽഡ് ഫെസ്റ്റ് മുനിസിപ്പൽ ചെയർപേഴ്സൺ K. ദിവ്യ ഉദ്ഘാടനം ചെയ്തു. രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ബിൽഡ് ഫെസ്റ്റിലെത്തിയ ഉൽപ്പന്നങ്ങൾ 20-ലധികം സ്റ്റാളുകളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ പ്രദർശനം നീണ്ടു നിൽക്കുമെന്നും ക്രൈസ്ക്ലിയർ എന്റർപ്രൈസസിന്റെ MD K. മോഹൻദാസ് പറഞ്ഞു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് കണ്ണൂർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് വെച്ചിട്ട് 2 ദിവസം നടത്തുന്ന ഈ എക്സിബിഷൻ ബിൽഡ് ഫെസ്റ്റ് എന്ന എക്സിബിഷൻ 50ഓളം സ്റ്റാളുകളിലായിട്ട് ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഒരു എക്സിബിഷൻ നടത്തുകയാണ് ഇവിടെ. കണ്ണൂർ മുമ്പ് ഇതുപോലെ നടത്തിയിട്ടുള്ള എക്സിബിഷനാണ്. കാഞ്ഞങ്ങാട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ നടത്തുന്നത്. ഇത് ഒരു കുടക്കീഴിൽ ബിൽഡിംഗ് സംബന്ധിച്ച് എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ പറ്റിയിട്ടും ഒരു പൊതുജനങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സിബിഷനാണ്. അന്താരാഷ്ട്ര വിപണിയിൽ വരെ ശ്രദ്ധേയമായ ഇനങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. വിവിധ ഇനം റൂഫ് ടോപ്പുകൾ, പെയിന്റുകൾ, സാനിറ്ററി വെയറുകൾ, റെഡിമെയ്ഡ് ചുമരുകൾ, വിവിധ തരം ടൈലുകൾ തുടങ്ങിയവയെല്ലാം പ്രദർശനത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. വീട്, ഫ്ളാറ്റ് നിർമ്മാണത്തിനും ഗോഡൌൺ നിർമ്മാണത്തിനും അനുയോജ്യമായ വിവിധ ഇനം ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം കാണാൻ ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള കരാറുകാരും എത്തുന്നുണ്ട്. പ്രദർശനം ഞായറാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കിയ ഒരു ഭവനം. വർണ്ണമനോഹരമാണ് നീലേശ്വരം പടന്നക്കാട്ടെ അഗസ്തിമാഷുടെ ഇലവുങ്കൽ ഭവനം. ലക്ഷങ്ങൾ ചെലവാക്കി വീട് അലങ്കരിക്കുന്നവരും കൃത്രിമ അലങ്കാര വസ്തുക്കൾ വാങ്ങി വീട് നിറയ്ക്കുന്നവരും അറിയുക, വീടിന് ഭംഗി നൽകാൻ വേറെയും മാർഗങ്ങളുണ്ടെന്ന്. പടന്നക്കാട് ദേശീയപാതയോരത്ത് താമസിക്കുന്ന അഗസ്തിമാഷിന്റെ മുന്നിൽ
നൂറുകണക്കിന് ചട്ടികളിൽ പൂച്ചെടികളാണ്. എല്ലാം ക്രമമായി അടുക്കി വെച്ചിരിക്കുന്നു. ആരും കൊതിച്ചു പോകും ഇതുപോലൊരു വീട് സ്വന്തമാക്കാൻ. വ്യത്യസ്തമായ നിറങ്ങൾ ചുറ്റിലും നിരക്കുമ്പോൾ കുളിർമയുള്ള ഈ സ്ഥലത്തു നിന്നും വിട്ടുപോകാനേ തോന്നുകയില്ല. കണ്ണിനും മനസ്സിനും ആനന്ദ നിർവൃതി. പച്ചക്കുപ്പായമിട്ട ചെടികൾ ജീവനുള്ള കൂട്ടുകാർ തന്നെയാണ് മാഷിന്. എത്രയും സ്നേഹത്തോടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് മാഷ് ഓരോ ചെടികളെയും പരിപാലിക്കുന്നത്. പടന്നക്കാട് ശ്രീനാരായണ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകനായിരുന്ന EA അഗസ്തി സ്വയം വിരമിച്ച് വീട്ടിലിരിക്കുമ്പോഴേ ദേശീയപാതയോരത്തെ 4.25 സെന്റിൽ ഇങ്ങനെയൊരു വർണ്ണമനോഹരമായ പദ്ധതി മനസ്സിലുണ്ടായിരുന്നു. മരുഭൂമിയിൽ വളരുന്ന യൂഫോർബിയ തന്നെയാണ് വീടിന് മുന്നിലുള്ള ചെടികളിൽ മുഖ്യം. അഡേനിയം, ആന്തൂറിയം, ഓർക്കിഡ്, ജറബറ, ഹൈഡ്രേഞ്ചിയ, മഞ്ഞലില്ലി, ബോൺസായി, ചെമ്പരത്തി, റോസ്, ക്രിസ്മസ് ട്രീ, വിവിധതരം ഇലച്ചെടികൾ എല്ലാം ഇവിടെയുണ്ട്. 10 മണിപ്പൂവിൻ്റെ 3 ഇനങ്ങൾ, 15 നിറങ്ങളിലുള്ള ചെക്കികൾ, നിറയമുള്ള 16 കാക്ടിസുകൾ എന്നിവയ്ക്ക് പുറമെ മലയാളികളുടെ സുവർണശോഭയായ കണിക്കൊന്നയും മാഷിന്റെ ശേഖരത്തിലുണ്ട്. ചെടികൾ നട്ട് വെറുതെ കാവലിരിക്കുന്ന പരിസ്ഥിതി സ്നേഹികളുടെ കൂട്ടത്തിൽ അഗസ്തി മാഷ് ഉണ്ടാവില്ല. പറഞ്ഞല്ലോ, സ്വന്തം കുട്ടികളെ പോലെ മാഷ് ഓരോ ചെടികളെയും പരിപാലിക്കുന്നത്. ആരോടും പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, എല്ലാവരോടും നിറഞ്ഞു ചിരിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ സുന്ദര രൂപങ്ങളായി ഇവിടെ ഈ മതിലിലും ചുവരിലും ടെറസിലും സൺഷെയ്ഡിലും മനോഹരമായ പൂക്കൾ കാണാം. മനസ്സിന്റെ കാപട്യങ്ങളും ദുഃഖങ്ങളും കഴുകിക്കളയുന്ന ഈ മനോഹര ലോകം തങ്ങൾക്ക് പ്രിയങ്കരമെന്ന് അഗസ്തി മാഷും കുടുംബവും പറയുന്നു. തലപ്പാടിയിൽ 60-കാരി സ്വകാര്യ ബസ് കയറി മരിച്ചു. തലപ്പാടി സോമേശ്വരത്തെ ആമിനയാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെ തലപ്പാടി ചെക്ക് പോസ്റ്റ് ബസ് സ്റ്റോപ്പിലായിരുന്നു അപകടം നടന്നത്. മംഗലാപുരത്തു നിന്നും തലപ്പാടി വരെ സർവീസ് നടത്തുന്ന KA 18 A 8854 നമ്പർ സിറ്റി ബസിന്റെ പിൻചക്രം കയറിയാണ് ആമിന മരണപ്പെട്ടത്. തലപ്പാടി ചെക്ക് പോസ്റ്റ് ബസ് സ്റ്റോപ്പിൽ നിർത്തിയ ബസ് മുന്നോട്ടെടുക്കുവാൻ ശ്രമിക്കുമ്പോഴായിരുന്നു അപകടം നടന്നത്. സ്റ്റോപ്പിൽ നിന്നും ഇതേ ബസ്സിലേക്ക് കയറുവാൻ വരികയായിരുന്നു ആമിന. എന്നാൽ മുന്നോട്ടെടുത്ത ബസ്സിൽ തട്ടി വീഴുകയും ശരീരത്തിൽ പിൻചക്രം കയറി ഇറങ്ങുകയുമായിരുന്നു. ഈ ബസ്സിൽ തലപ്പാടിയിലെത്തി അവിടെ നിന്നും മറ്റൊരു ബസ്സിൽ ഉദ്യാവരയിലേക്ക് പോകുവാനായിരുന്നു ആമിന ബസ് സ്റ്റോപ്പിലെത്തിയത്. ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സംഭവ സമയത്ത് ഡ്രൈവർ ഫോണിൽ സംസാരിക്കുകയായിരുന്നുവെന്നും എല്ലാവരും കയറുന്നതിന് മുൻപേ ബസ് മുന്നോട്ടെടുക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു. അപകടത്തെ തുടർന്ന് സ്ഥലത്ത് ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. അപകട വിവരമറിഞ്ഞ് തടിച്ചുകൂടിയവരെ പിന്നീട് പോലീസ് എത്തിയാണ് പിരിച്ചുവിട്ടത്. അപകടത്തിന് കാരണമായ ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൂസക്കുഞ്ഞിയാണ് അപകടത്തിൽ മരിച്ച ആമിനയുടെ ഭർത്താവ്. ബുദ്ധിമാന്ദ്യമുള്ള 2 മക്കളുമുണ്ട്. മൂസക്കുഞ്ഞി അസുഖം ബാധിച്ച് കിടപ്പിലായതിനാൽ വീട്ടുകാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ആമിനയായിരുന്നു. ആമിനയുടെ മരണത്തോടെ ഈ കുടുംബം തീർത്തും വഴിയാധാരമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തായന്നൂർ കായക്കുന്നിലെ പന്നി ഫാം പ്രദേശത്തെ 100ഓളം കുടുംബങ്ങൾക്ക് ദുരിതമായി മാറുകയാണെന്നും പന്നി ഫാം ഉടൻ അടച്ചുപൂട്ടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പന്നി ഫാമിൽ നിന്നുള്ള മാലിന്യങ്ങളും ദുർഗന്ധവും മൂലം സമീപവാസികൾ വീർപ്പുമുട്ടുകയാണെന്നും അധികൃതർ ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. പഞ്ചായത്ത് അധികൃതർ ഉദാസീനത തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും ആരോഗ്യവകുപ്പിന്റെ സർട്ടിഫിക്കറ്റും പന്നി ഫാമിനെതിരായിട്ടും പഞ്ചായത്ത് അധികൃതർ പന്നി ഫാം അടച്ചുപൂട്ടാൻ തയ്യാറാകുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. എല്ലാ വേസ്റ്റുകളും അവിടെ പോയിട്ട് പ്ലാസ്റ്റിക് അടക്കം കത്തിക്കുവാണ്. 48 മണിക്കൂർ കത്തിച്ചാൽ തീരാത്ത പ്ലാസ്റ്റിക്കാണ് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഉള്ള വേസ്റ്റുകൾ മൊത്തം അവിടെ കൊണ്ടിടുന്നു. പൊല്യൂഷന്റെ കൂട്ടാൻ വേണ്ടി ഓർഡർ വന്നിട്ടുണ്ട്.
ആരോഗ്യവകുപ്പിൽ നിന്ന് ഓർഡർ കൊടുത്തു, പഞ്ചായത്തിന് നോട്ടീസും ചെയ്തു. എന്നിട്ട് പോലും അവർ കൂട്ടാൻ തയ്യാറാകുന്നില്ല. ഇപ്പൊ ഒരു 4-5 വർഷമായി. അന്നേരം ഇതുപോലെ വീടുകളില്ലായിരുന്നു. ഇപ്പൊ എന്ന് വെച്ചാൽ ഒരു 100 ചില്ല ആൾക്കാരെ ഞങ്ങൾ കുടുംബക്കാർ പരാതി കൊടുത്ത് മാസ് പെറ്റീഷൻ തയ്യാറാക്കിയിട്ട് കളക്ടർ, RDO, SP മുതലായ എല്ലാവർക്കും ഞങ്ങൾ പഞ്ചായത്ത് മുതലായ പരാതി കൊടുത്തു. ഇവരിപ്പോ കൂട്ടാൻ തയ്യാറാകുന്നില്ല. ഇവർ പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ബാബുരാജ്, TV അശോകൻ, M ചന്ദ്രൻ, റോയ് അലക്സാണ്ടർ എന്നിവർ സംബന്ധിച്ചു. ജനകീയ കൂട്ടായ്മയിൽ യാഥാർത്ഥ്യമായ സ്നേഹവീടിന്റെ താക്കോൽ കൈമാറ്റം പടന്നയിൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. തെങ്ങുകയറ്റത്തിനിടയിൽ അപകടത്തിൽപ്പെട്ട് കിടപ്പിലായ പടന്ന ചൊക്കിക്കണ്ടത്തെ ശശിധരന്റെ സ്വപ്നമാണ് സാക്ഷാത്കരിച്ചത്. നട്ടല് തകർന്ന് ചികിത്സയിൽ കഴിയുന്ന തെങ്ങുകയറ്റ തൊഴിലാളി KV ശശിയുടെ സ്വപ്നഭവനത്തിന്റെ താക്കോൽ പഞ്ചായത്ത് പ്രസിഡന്റ് C കുഞ്ഞികൃഷ്ണ മാസ്റ്റർ കൈമാറി. CWSA പടന്ന യൂണിറ്റ്, ഭവന നിർമ്മാണ കമ്മിറ്റി, വെൽഫെയർ പാർട്ടി എന്നിവ സംയുക്തമായാണ് വീടിന്റെ നിർമ്മാണം ഏറ്റെടുത്ത് പൂർത്തിയാക്കി നൽകിയത്. P സുകുമാരൻ, N ഇസ്ലാഹി മാസ്റ്റർ, PK പവിത്രൻ, ശിവാനന്ദൻ, TK അഷ്റഫ് തുടങ്ങിയവർ താക്കോൽദാന ചടങ്ങിൽ പങ്കെടുത്തു. ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നമുക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും പ്രശ്നമല്ല. എല്ലാവരും യോജിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എന്തുകൊണ്ടോ വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇത്തരത്തിലുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു മനസ്ഥിതി പലർക്കും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഈ തരത്തിൽ ഉള്ള ഈ പരിപാടിയുമായിട്ട് സഹകരിക്കാതിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു. CPIM, കോൺഗ്രസ് എസ്, ജനതാദൾ, സോൾഡാറ്റി തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുത്ത പരിപാടിയിൽ നിന്നും UDF വിട്ടുനിന്നു. തൊഴിൽ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ താക്കോൽദാന കർമ്മം നിർവഹിക്കാനെത്തുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നതെങ്കിലും പിന്നീട് അസൗകര്യം വിളിച്ചറിയിക്കുകയായിരുന്നു. കന്നിക്കൊയ്ത്തിനിറങ്ങിയ കൂട്ടക്കനിയിലെ കുട്ടികൾക്ക് ലഭിച്ചത് 10 നിറയെ നെല്ല്. നെൽകൃഷി ലാഭകരമായതിന്റെ ആഹ്ലാദത്തിലാണ് കുട്ടികൾ. കൂട്ടായ അധ്വാനത്തിലൂടെ 100 മേനി വിളഞ്ഞ പാടത്ത് കന്നിക്കൊയ്ത്ത് നടത്തിയ ആഹ്ലാദത്തിലാണ് കൂട്ടക്കനിയിലെ കുട്ടികൾ. അരയും തലയും മുറുക്കി അരിവാളുമായി കുട്ടികൾ കന്നിക്കൊയ്ത്തിനെത്തിയപ്പോൾ കൂട്ടക്കനിയിൽ വിളഞ്ഞത് 100 മേനി. കൂട്ടക്കനി ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ PTA-യുടെയും നാട്ടിലെ മുതിർന്ന കർഷകരുടെയും പങ്കാളിത്തത്തോടെയാണ് കഴിഞ്ഞ ജൂൺ മാസത്തിൽ കൃഷി ഇറക്കിയത്. സമീപത്ത് 25 സെന്റ് സ്ഥലത്താണ് നെൽകൃഷി ഇറക്കിയത്. ഉമ എന്ന വിത്തിനമാണ് നെൽകൃഷിക്കായി ഉപയോഗിച്ചത്. മുതിർന്നവരുടെ നിർദ്ദേശത്തോടെ നിലമൊരുക്കാനും കൃഷിപരിപാലനത്തിനും കുട്ടികൾ തന്നെ രംഗത്തിറങ്ങുകയായിരുന്നു. മാസങ്ങളായുള്ള അധ്വാനത്തിനിടയിൽ വളമിടുന്നതും കളപറിക്കുന്നതും കുട്ടികൾ തന്നെ ചെയ്യുകയാണുണ്ടായത്. 3 മാസത്തിനു ശേഷം വിളവെടുത്തപ്പോൾ 8 പറ നെല്ലാണ് അവർക്ക് ലഭിച്ചത്. കൃഷി എന്താണെന്നും നമ്മൾ കഴിക്കുന്ന അരിയും പച്ചക്കറികളും എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്നും അറിയാത്ത ഒരു തലമുറയാണ് ഇന്ന് നാം എവിടെയും കാണുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നെൽകൃഷിയെക്കുറിച്ചും അതെങ്ങനെയാണ് അതിൻ്റെ കൃഷിരീതികളെക്കുറിച്ചും ഇവിടുത്തെ കുട്ടികളെ പരിചയപ്പെടുത്താനും ഒപ്പം കാർഷിക വൃത്തിയുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടിയാണ് കൂട്ടക്കനി ഗവൺമെൻറ് UP സ്കൂളിൽ ഈ പ്രാവശ്യം കരനെൽ കൃഷി നടത്തിയത്. 25ഓളം സെൻറ്റ് സ്ഥലത്ത് കുട്ടികളും രക്ഷിതാക്കളും ഈ നാട്ടിലെ പ്രധാനപ്പെട്ട കർഷകരൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സംരംഭം തുടങ്ങിയത്. ഇതിനു മുമ്പും 3 പ്രാവശ്യം കൂട്ടക്കനി ഗവൺമെൻറ് UP സ്കൂളിൽ നെൽകൃഷി നടത്തിയിരുന്നു. കന്നിക്കൊയ്ത്തിന്റെ ഉദ്ഘാടനം പള്ളിക്കര കൃഷി ഓഫീസർ വേണുഗോപാലൻ നിർവഹിച്ചു. കന്നിക്കൊയ്ത്ത് ജനകീയോത്സവമാക്കി മാറ്റാനും സ്കൂൾ അധികൃതർക്ക് സാധിച്ചു. ചടങ്ങിൽ പള്ളിക്കര പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ജയകൃഷ്ണൻ മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് KV ഭാസ്കരൻ, സീനിയർ ടീച്ചർ സൗമിനി മണക്കാട്ട് എന്നിവരും പങ്കെടുത്തു. വിളവെടുപ്പിന് A പവിത്രൻ, KT രാജ്കുമാർ, പുരുഷോത്തമൻ, M രാമകൃഷ്ണൻ, വിശ്വംഭരൻ, മനോജ്, രാജേഷ് കുട്ടകനി, ദിലീപ് C തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൊസ്തുർഗ് സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ഇൻകം ടാക്സും സഹകരണ പ്രസ്ഥാനവും എന്ന വിഷയത്തിലാണ് പഠന ക്ലാസ് നടന്നത്. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പഠന ക്ലാസ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ P ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് രജിസ്ട്രാർ ഹാരിസ് അധ്യക്ഷത വഹിച്ചു. ജേക്കബ്, ജോൺ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. സർക്കിൾ സഹകരണ യൂണിയൻ ഡയറക്ടർ A ദാമോദരൻ സംസാരിച്ചു. കോട്ടച്ചേരി ബാങ്ക് പ്രസിഡന്റ് K വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞു. മദ്രസാധ്യാപകരുടെ റേഞ്ച് തല ജനറൽ ബോഡി യോഗം നടന്നു. കൂളിയങ്കാൽ നൂറുൽ ഇസ്ലാം മദ്രസയിലാണ് യോഗം നടന്നത്. മദ്രസ അധ്യാപകരുടെ 2014-15 വർഷത്തെ റേഞ്ച് തല യോഗമാണ് കൂളിയങ്കാൽ നൂറുൽ ഇസ്ലാം മദ്രസയിൽ നടന്നത്. ബഷീർ ദാരിമി അധ്യക്ഷനായി. സിദ്ദിഖ് അസരി യോഗം ഉദ്ഘാടനം ചെയ്തു. ആ അടയാളത്തിലേക്ക് വന്ന് എങ്ങനെ ചെന്ന് അങ്ങനെ ഘട്ടമായി അങ്ങ് ചിന്തിച്ചു നമ്മൾ ആലോചിച്ചു.
പിന്നെ ആ കുട്ടികൾക്ക് ഏറ്റവും വലിയ ഈ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് ദേഷ്യമുണ്ടാല് മാഷന്മാരെയും മദ്രസ സ്വാധീനികളെയും മദ്രസ സാധനങ്ങളെ സാധാരണ ഉസ്താദ്മാരെ സ്നേഹത്തിലുണ്ടാവില്ല, ദേഷ്യമുണ്ടാവില്ല. എന്തെങ്കിലും ഉസ്താദ്മാർ സാധനം ഉണ്ടെങ്കിൽ ഉസ്താദ് സദൃശാനൊക്കെ പോകുന്നു, സദൃശാനൊക്കെ എപ്പോഴും ജോലിയുണ്ടാവും, അല്ലെങ്കിൽ ഒരു വട്ടി. അപ്പൊ സദൃശാനോട് ദേഷ്യമുണ്ടാവും. ടി അബൂബക്കർ ഹാജി, പി ഷിഹാബ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പഠന ക്ലാസും നടന്നു. മൊബൈൽ ഫോൺ ഫോട്ടോഗ്രാഫിയിലൂടെ നിശാശലഭങ്ങളുടെ വിസ്മയ ലോകം തേടുകയാണ് ഒരു ഓട്ടോ ഡ്രൈവർ. തിമിരിയിലെ വിനോദ് കുമാറാണ് മൊബൈൽ ഫോണിലൂടെ വേറിട്ടൊരു വിനോദം കണ്ടെത്തിയിരിക്കുന്നത്. കേവലം ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുക എന്നതിനപ്പുറം ഇവയെക്കുറിച്ച് ഗൗരവമേറിയ പഠന വഴികളിൽ കൂടിയാണ് ഈ 46-കാരൻ. 2 വർഷം മുമ്പാണ് നിശാശലഭങ്ങളെ തേടിയുള്ള യാത്ര വിനോദ് ആരംഭിക്കുന്നത്. വീട്ടിൽ വിരുന്നെത്തിയ അറ്റ്ലസ് മൗത്ത് എന്ന ശലഭമാണ് ആദ്യമായി ക്യാമറയിൽ പതിഞ്ഞത്. ലോകത്തിലെ ഏറ്റവും ഭീമാകാരനായ ഈ നിശാശലഭത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടിയായി തുടർന്നുള്ള യാത്ര. അപ്പോഴാണ് ചിത്രശലഭങ്ങളുടെ ലോകത്തേക്കാൾ എത്രയോ അത്ഭുതം നിറഞ്ഞ ലോകമാണ് നിശാശലഭങ്ങളുടേതെന്ന് ഇദ്ദേഹം തിരിച്ചറിയുന്നത്. കണ്ടെത്തുന്ന ശലഭങ്ങളുടെ ഫോട്ടോകൾ ആദ്യം മൊബൈൽ ക്യാമറയിലാക്കും, പിന്നീടാണ് ഇവയെക്കുറിച്ചുള്ള വിവരശേഖരണം. ഞാൻ 3 മഴക്കാലമായിട്ട് ഈ വീട്ടിൽ താമസമുണ്ട്. എന്നുവെച്ചാൽ 2 വർഷം കഴിഞ്ഞു. അപ്പം അന്ന സമയത്തുള്ള മഴക്കാലത്ത് ഇതുപോലെ കുറേ ശലഭങ്ങൾ കണ്ടു. അന്ന് ഒരു ഇൻട്രസ്റ്റ് തോന്നി, പക്ഷേ അന്ന് ഈ ഫോട്ടോ സംഭരിച്ചില്ല. ഇന്നിപ്പോൾ പിറ്റേത്തെ കൊല്ലം ഞാനത് കുറച്ച് സംഭരിച്ചാൽ എൻ്റെ നഷ്ടപ്പെട്ടു. എൻ്റെ ഈ ഇത് കണ്ട് എൻ്റെ മക്കൾ കുടുംബം തന്നെ മൊത്തം പിന്നെ ഒരു പ്രചോദനമായിട്ടല്ല, അവർ തന്നെ എനിക്കൊരു പ്രചോദനമായിട്ടല്ല. കാരണം വെച്ചാൽ ഈ നല്ല നല്ല വെറൈറ്റി പൂമ്പാറ്റകളെ കാണുമ്പോൾ സന്ധ്യാ നേരത്ത് എന്നോട് വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ എൻ്റെ മക്കളും ഭാര്യ എല്ലാവരും വന്ന് പറയും അതിന് നല്ല സാധനം ഒരു പൂമ്പാറ്റ വന്നിട്ടുണ്ട്, അതിന് ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ എടുത്ത് സംഭരിച്ച് കുറേ ഫോട്ടോ എൻ്റെ ഉണ്ട്. അത് നാട്ടുകാരും കൂടെ കണ്ട് ആസ്വദിക്കട്ടെ എന്ന രീതിയിലാണ് ഇപ്പോൾ. സിൽക്ക് നിശാശലഭം, അമ്പിളി നിശാശലഭം, ബോംബാക്സ് മൊറി, പരുന്തു നിശാശലഭം, തലയോട്ടി നിശാശലഭം, അരളി നിശാശലഭം, കത്രികപാലൻ നിശാശലഭം എന്നിവയെല്ലാം വിനോദിന്റെ മൊബൈൽ ക്യാമറയിൽ പതിഞ്ഞു കഴിഞ്ഞു. നിശാശലഭങ്ങളുടെ ലാർവകളും ഫോട്ടോകളിലുണ്ട്. വീട്ടിൽ വിരുന്നെത്തിയ ശലഭങ്ങളാണ് ഫോട്ടോകളിൽ ഏറെയും. ജീവിത വഴി തേടി ഓട്ടോയിലുള്ള ഓട്ടത്തിനിടയിലാണ് ശലഭ പഠനത്തിന് ഇദ്ദേഹം സമയം കണ്ടെത്തുന്നത്. മക്കളായ അഭിനവും വിവേകും അച്ഛനൊപ്പം ശലഭ നിരീക്ഷണത്തിനായുണ്ട്. ഭാര്യ കവിതയും പൂർണ്ണ പിന്തുണ നൽകുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ശുചീകരണത്തിനായി കുട്ടി പോലീസ് രംഗത്തിറങ്ങി. ഹൊസ്തൃഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടി പോലീസിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണം നടന്നത്. ഹോസ്തൃഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തെ മാലിന്യമുക്തമാക്കാൻ കുട്ടി പോലീസുകാർ രംഗത്തിറങ്ങി. സ്കൂൾ പരിസരത്തെ ശുചീകരിക്കാനായി രംഗത്തിറങ്ങിയ കുട്ടി പോലീസിന് പിന്തുണയുമായി ഹോസ്തൃഗ് സ്റ്റേഷനിലെ പോലീസുകാരും എത്തിയിരുന്നു. ASI വിജയൻ, നിർമ്മല, ശ്രീജ, ലക്ഷ്മണൻ കൈപ്പുറത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കാഞ്ഞങ്ങാട് മുസ്ലിം ലീഗിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റും MK മിൽ ഉടമയുമായ ആറങ്ങാടിയിലെ MK കുഞ്ഞബ്ദുള്ള ഹാജി അന്തരിച്ചു. 65 വയസ്സായിരുന്നു. ഖബറടക്കം ആറങ്ങാടി ജുമാ മസ്ജിദിൽ നടക്കും. കുഞ്ഞബ്ദുള്ള ഹാജിയുടെ നിര്യാണത്തിൽ കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി, മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാൻ പാലക്കി കുഞ്ഞാമത്, മുസ്ലിം ലീഗ് നേതാവ് A ഹമീദ് ഹാജി, കാഞ്ഞങ്ങാട് മുൻ മുനിസിപ്പൽ ചെയർമാൻ NA ഖാലിദ് തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അധ്യാപകൻ അനീഷിന്റെ മരണത്തിന് ഉത്തരവാദികൾക്കെതിരെ നിയമ നടപടികൾക്കായി KSTA സമരം. കാസർഗോഡ് DEO ഓഫീസ് KSTA ഉപരോധിച്ചു. മെഡിക്കൽ ടെക്നീഷ്യന്മാർക്ക് തൊഴിൽ സുരക്ഷിതത്വം നൽകണമെന്ന ആവശ്യം. കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ പ്രവർത്തകർ താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. വിധിയെ പൊരുത്തി തോൽപ്പിച്ച എരിക്കുളത്തെ മണിക്ക് ഉന്നത പഠനത്തിന് നിർമ്മാണ തൊഴിലാളികളുടെ കൈത്താങ്ങ്. അധ്വാനത്തിൽ മിച്ചം വെച്ച് 1 ലക്ഷം രൂപയാണ് അവർ കൈമാറിയത്. നിർമ്മാണ മേഖലയിലെ വൈവിധ്യങ്ങൾക്ക് ദൃശ്യവിരുന്നൊരുക്കി ബിൽഡ് ഫെസ്റ്റിന് കാഞ്ഞങ്ങാട്ട് തുടക്കം. കൂട്ടക്കനിയിലെ കുട്ടികൾ വീണ്ടും വിത്തിറക്കി. കന്നിക്കൊയ്ത്തിൽ കൊയ്തത് 100 മേനി. തായന്നൂർ കായക്കുന്നിലെ പന്നി ഫാമിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം. പന്നി ഫാം ആരോഗ്യ പ്രശ്നം ഉയർത്തുന്നതായി നാട്ടുകാർ. മദ്രസ അധ്യാപകരുടെ റേഞ്ച് തല യോഗം കൂളിയങ്കാലിൽ നടന്നു. വാർത്തകൾ കഴിഞ്ഞ് നമസ്കാരം.